ഒരുമിച്ച് നിൽക്കാം ഒന്നിച്ചെതിർക്കാം എന്ന പ്രമേയത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI എരമം വാർഡ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൗരസംഗമവും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു. കടുങ്ങല്ലൂർ വെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ഫൈസൽ പോട്ടയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഇഫ്താർ മീറ്റ് SDPI ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു. രൂക്ഷമായ ഘട്ടത്തിലേക്ക് പരസ്പരം സഹകരിക്കേണ്ടതുണ്ട് എന്ന തലത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തിരിച്ചറിഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇന്ന് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് വന്നിരിക്കുകയാണ്. കോൺഗ്രസിനും CPM-നും CPI-ക്കൊക്കെ കോൺഗ്രസിന് വന്നിരിക്കുന്ന 1528 കോടി രൂപ ആദായ നികുതിയുടെ റിട്ടേൺ ഫയലുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അടക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. CPM-ന് 5 കോടി, CPI-ക്ക് 3 കോടി, അങ്ങനെ ഇത്രയും ഫൈനുകൾ അടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസുകൾ വന്നുകൊണ്ട് ഭയപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത്. ED എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ മുൻനിർത്തിയിട്ട് പ്രതിപക്ഷ പാർട്ടികളെ മുഴുവൻ വരിഞ്ഞു കെട്ടാനുള്ള ഒരു ശ്രമങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം. എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ കൂട്ടി 1123 കോടി രൂപയോളം ഏകദേശം പെട്ടുകിടക്കുകയാണ് കോൺഗ്രസിന്റെ. അതായത് പ്രത്യക്ഷത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രചരണം നടത്തേണ്ട പണം പ്രചരണം നടത്താൻ ഇല്ലാത്തൊരു ഘട്ടം. മറ്റു പല പാർട്ടികളെയും ഫണ്ടുകൾ പിടികൂടിക്കൊണ്ടിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടിയും പൂർണ്ണമായി മത്സര രംഗത്ത് ഇറങ്ങരുതെന്ന വാശിയോടുകൂടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടി. ഒരുപക്ഷെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അതായത് ഒരുമിച്ച് എല്ലാവർക്കും ഒരേ ദൂരം ഓടാൻ കഴിയുമ്പോഴാണല്ലോ ഒരു തുല്യമായ മത്സരമാവുന്നത്. എന്നാൽ ബാക്കിയുള്ള മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളെയും പലതരത്തിൽ കൂട്ടിക്കെട്ടിയിട്ട് BJP ഒറ്റക്ക് ഓടി മത്സരിക്കുന്ന ഒരു ഇലക്ഷൻ കൂടിയാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷൻ എന്നുള്ളതാണ് രസം. ഈ രീതിയിൽ ഒരുപക്ഷെ ഇന്ന് നമ്മുടെ പാർട്ടി ഉൾപ്പെടെ കാലങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന്റെ ഇന്ത്യയിൽ വരാൻ പോകുന്ന വർഗീയ ഭരണത്തിന്റെ എല്ലാം നേർക്കാഴ്ചകൾ ഒരുപക്ഷെ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് ഒന്ന് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ സഹോദരിമാര് ഏതെങ്കിലും കോൺഗ്രസ്സുകാരുടെ ഭാര്യമാരോ CPM-മാരുടെ ഭാര്യമാരോ മറ്റു പാർട്ടി പ്രവർത്തകരായ ആളുകളുടെ ഭാര്യമാരുടെ ഒക്കെ സംസാരിച്ചാൽ, സഹോദരങ്ങളോട് നാട്ടുകാരുടെ സംസാരിച്ചാൽ ഒരാൾക്കും BJP-യുടെ ഭരണത്തിലെ തിക്താനുഭവത്തെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല. ആ രീതിയിലേക്ക് എല്ലാവരും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. 2 മുഖ്യമന്ത്രിമാരാണ് BJP ഭരണത്തിൽ ഇപ്പോൾ അകത്ത് പോയിട്ടുള്ളത്. വരും മുഖ്യമന്ത്രിമാരുടെ മക്കൾ, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ, കാരണം തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ആയിരുന്ന ആളുടെ മകളിപ്പോൾ ഈ കസ്റ്റഡിയിലാണ്. അത്തരത്തിൽ രൂക്ഷമായ വേട്ട നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് ഉള്ളത്. അതൊരു വർഷത്തുകൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംഘപരിവാർ രൂപം കൊള്ളുമ്പോൾ തൊട്ട് പറഞ്ഞിരുന്ന ഒരു വംശഹത്യ പ്രത്യയശാസ്ത്രം, ഇന്ത്യയിലെ മുസ്ലിങ്ങള്, ക്രിസ്ത്യാനികള്, കമ്മ്യൂണിസ്റ്റുകള്, ദലിതര്, ഈ വിഭാഗങ്ങളെ വിവിധ ഘട്ടങ്ങളിലായി വംശഹത്യ നടത്തുന്നതിന്റെ ആ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു ഭരണകൂടം കൂടിയായിട്ട് ഈ ഭരണകൂടം മാറിയിട്ടുണ്ട് എന്നുള്ളത് കൂടിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് CAA എന്ന് പറയുന്ന നിയമം, സിറ്റിസൺസ് അമെൻഡ്മെന്റ് ആക്ട് എന്ന് പറയുന്ന ആക്ട് 2019. SDPI മണ്ഡലം പ്രസിഡന്റ് സാദിഖ് ഏലൂക്കര, സിയാദ്, വിമൻ ഇന്ത്യ മൂവ്മെന്റ് കളമശ്ശേരി മണ്ഡലം പ്രസിഡന്റ് സുനിത സലാം, പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി നിസാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് SDPI-യിലേക്ക് പുതുതായി കടന്നു വന്നവർക്ക് സ്വീകരണവും നൽകി. ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.